അംബിക സുത കുംഭി മുഖവൻ അൻപൊടു വന്നു തുണയ്ക്കുക എന്നെ വരുതരുമൊരു പൂജകളേറ്റു വരമരുളുക പാർവതി സുതനെ. ഇടയ്ക്കയിൽ സോപാന സംഗീതം, പിന്നെ ഭരതനാട്യം, പിന്നെ ക്ലാസിക്കല്, പിന്നെ അത്യാവശ്യം ഗാനമേള, തിരുവാതിരക്കളി. അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹി മാം ഭൂതനാഥ. ഞാൻ സാധാരണ എഴുന്നള്ളിപ്പിന് സന്ധ്യക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നള്ളിപ്പിന് നിന്ന് അത് കഴിഞ്ഞ് പന്തൽപ്പാട്ട് കഴിഞ്ഞ് വെളിച്ചാകുമ്പോൾ പാൽക്കണ്ടിയൊക്കെ എഴുന്നള്ളിച്ച് അതൊക്കെ കഴിഞ്ഞ് വെട്ടും തടയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. നിലാ പൊങ്കലായേലോ പാടും നീ ഓ. ഉടുക്കിൽ പാണ്ടിമേളം നടത്തി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആദ്യ വനിതയാണ് ഞാൻ. ഇന്നത്തെ നമ്മുടെ അതിഥി ശാസ്താംപാട്ട് കലാകാരി സംഗീത ശിവശങ്കരൻ. നമസ്കാരം. നമസ്തേ. ശാസ്താംപാട്ട് ധാരാളം കണ്ടിട്ടുണ്ട്, പക്ഷെ സ്ത്രീകള് പാടുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അത് ഒരു അത്യപൂർവമാണല്ലേ? അപൂർവമാണ്, ഒരു അപൂർവ പ്രതിഭയാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ സ്ത്രീകള് വീടുകളിലാണ് സാധാരണ ശാസ്താംപാട്ട് പരിശീലനം നടത്തുക. അപ്പൊ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ഇത് കേട്ട് കേട്ട് പാട്ടറിയാം, പക്ഷെ കൊട്ടി അറിഞ്ഞോളന്നില്ല. കുട്ടി പാട്ടുകളെ പഠിക്കുക അവര് കൂടുതല്. പക്ഷെ അവർക്ക് അന്നൊന്നും രംഗത്ത് വരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ആധുനിക കാലഘട്ടത്തില് ഇങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ പാരമ്പര്യമായിട്ട് ഇത് വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? വീട്ടില് അച്ഛൻ ശാസ്താംപാട്ട് കലാകാരനായിരുന്നു, പേര് രാമൻ നായര്. അച്ഛൻ എന്നെ കുട്ടിക്കാലത്ത് അച്ഛൻ പാട്ടിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകും, അങ്ങനെ പാട്ടൊക്കെ പാടിക്കാറുണ്ട്. അന്നൊക്കെ അച്ഛൻ തുള്ളല് ചെയ്യും. തുള്ളല് കഴിഞ്ഞ് വരുമ്പോ എന്നെ കൊണ്ടാണ് ഒരു 3 പാട്ടൊക്കെ ഗണപതി സരസ്വതി ഒക്കെ പാടിപ്പിക്കും. അങ്ങനെയാണ് എന്റെ തുടക്കം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ശബരിമല സീസൺ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമമില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഫുള്ള് ഇതിലാണല്ലേ? ഇപ്പോ ഒരുവിധപ്പെട്ട പ്രമുഖ ടീമുകളിലൊക്കെ ആശാമാരൊപ്പൊക്കെ പാടാൻ പോയിട്ടുണ്ട്. പിന്നെ ചാലക്കുടി, തൃശ്ശൂരൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും എങ്ങനെയാണ് എന്റെ അവതരണം. അപ്പൊ ആദ്യത്തെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലെ? അംബിക സുത കുംഭി മുഖവൻ അൻപൊടു വന്നു തുണയ്ക്കുക എന്നെ വരുതരുമൊരു പൂജകളേറ്റു വരമരുളുക പാർവതി സുതനെ. വിഘ്നങ്ങൾ തീർപ്പതിനായി വിഘ്നേശ്വര മമ കാത്തരുളേണേ. ഹരയോ ഹര ശങ്കര സുതനെ അടിയനിതാ പദതളി തൊഴുന്നേ. അയ്യപ്പ ശരണം ഞാൻ അടിപാദം കൈത്തോഴുന്നേ. അയ്യപ്പ ശരണം ഞാൻ അടിപാദം കൈത്തോഴുന്നേ. ഓക്കെ, ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഇതിങ്ങനെ പരമ്പരകളായിട്ട് ഇങ്ങനെ കൈമറിഞ്ഞു വരുന്നല്ലേ പാട്ടുകള്? അതെ അതെ. പുതിയത് എഴുതി ചേർക്കോ പുതിയത് കാലത്തിനനുസരിച്ച്? ഇല്ല, ഓരോ ടീമിന്റെ ചില വാക്കുകളിൽ ഉള്ള വ്യത്യാസം ഉണ്ടാവും. മാറ്റം വരും. കഥകളും ഇതൊക്കെ ഓർഡറൊക്കെ ഒരേപോലെ. ഇതിന്റെ പ്രത്യേകത, ഇതിന് വലിയൊരു ആരാധകരുണ്ടല്ലേ ഈ പാട്ടിന്? ഉണ്ട്. അത് അവര് ഇപ്പൊ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ചെന്നത് കാണാൻ വരും അല്ലേ? അവരാണ് നമ്മുടെ ഒരു ഊർജ്ജം അല്ലേ? പിന്നെ സ്ത്രീ എന്നുള്ള ഇതില് ഒരുപാട് പ്രോത്സാഹനങ്ങള് ഓരോ ദിക്കിലും പാട്ടിന് പോകുമ്പോ അവര് അവിടെ നല്ലൊരു പ്രചോദനാണ്, സ്വീകരണമാണ്. ഇതിനിടയിൽ ചാനലിൽ ചെയ്തു അല്ലേ? ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഉടുക്കിൽ പാണ്ടിമേള അവതരിപ്പിച്ചിട്ട് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിട്ട് ഫ്ലവേഴ്സിൽ ചെയ്തതാണ്. പിന്നെ വേറെ എന്തൊക്കെയാ? ഇത് മാത്രമാണോ അല്ലാതെ വേറെ പാട്ട് കാര്യങ്ങൾ? ഇടയ്ക്കയിൽ സോപാന സംഗീതം, പിന്നെ ഭരതനാട്യം, പിന്നെ ക്ലാസിക്കല്, പിന്നെ അത്യാവശ്യം ഗാനമേള, തിരുവാതിരക്കളി. ഞാന് അപൂർവ പ്രതിഭ എന്നൊരു വാക്ക് തുടക്കത്തിൽ ഉപയോഗിച്ചു, അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ മനസ്സിലായത് ശരിയാണ്, അത് ഗംഭീരമാണ്. അപ്പൊ കലയ്ക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണല്ലേ? പ്രാധാന്യമാണ്. കല ആണല്ലോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമാണല്ലോ. പല ആൾക്കാർക്കും അത് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ കല എന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാനൊരു അവസരം കൂടി വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും നമുക്ക് കിട്ടണം. അതൊരു ഭാഗ്യാണ്. തീർച്ചയായിട്ടും. അച്ഛനുള്ളപ്പോ അച്ഛൻ
അപ്പോൾ ഭർത്താവായാലും മക്കളായാലും നല്ല സപ്പോർട്ടാണ്. വീണ്ടും നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകും. അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹി മാം ഭൂതനാഥ അദ്ഭുത സിദ്ധിയിലുത്ഭവിച്ചുള്ളൊരു ചിൽപുരുഷോത്തമാ കൈത്തോഴുന്നേ ആനന്ദ പീയൂഷം വർഷിക്കുമീശ്വര സാദരം നിന്നെ ഞാൻ കൈത്തോഴുന്നേ ഇന്ദിരാകാന്തനു നന്ദനാകിയ സുന്ദര രൂപത്തെ കൈത്തോഴുന്നേ. ഗംഭീരാണ്. ഓരോ പാട്ടിനും അതിന് ഓരോ ശൈലിയാണ് അല്ലേ? ഇത് കുമ്മി സ്റ്റൈല്. കുമ്മി ഇത് ശരിക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിന് അവതരണത്തിന് ഇരിക്കുമ്പോ ഇത് അറിയാത്ത പ്രേക്ഷകർക്കാണെങ്കിൽ ഇത് എത്ര സമയം ടൈം ഡ്യൂറേഷൻ വരും ഇത് പ്രസന്റേഷൻ? ഇത് ഇങ്ങനെ വിളക്കിന് ശരിക്ക് ദാരികവധം ആണ് തുടങ്ങുക. അങ്ങനെ അതൊരു പാട്ട് ഫുള്ളും കഥയാണ്. അപ്പൊ ഒരു 2-3 മണിക്കൂറൊക്കെ മൊത്തം നമ്മൾ അവിടെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. അതിങ്ങനെ എഴുന്നള്ളിപ്പിന് വരുമ്പോ ഓരോ ഘട്ടം നീങ്ങിയാണല്ലോ. ഇപ്പൊ ഒരു 1-2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ വരുമ്പോ ഓരോ നടന്ന് പാടുകയാണല്ലോ. ഓരോ സെന്ററിൽ വരുമ്പോ അതിന് കുമ്മിയില് പാടും. നമ്മുടെ കൂടെ എത്ര പേരുണ്ടാവും? എല്ലാത്തിനും കൂടി 24 പേരുണ്ടാവും. വലിയൊരു സന്നാഹമാണല്ലോ. അതെ, അതിൽ സ്ത്രീയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ എഴുന്നള്ളിപ്പിന് സന്ധ്യക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നള്ളിപ്പിന് നിന്ന് അത് കഴിഞ്ഞ് പന്തൽപ്പാട്ട് കഴിഞ്ഞ് വെളിച്ചാകുമ്പോ പാൽക്കണ്ടിയൊക്കെ എഴുന്നള്ളിച്ച് അതൊക്കെ കഴിഞ്ഞ് വെട്ടും തടയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. അതെന്റെ ഒരു ക്രേസും കൂടിയാണ്. പിന്നെ സിനിമ പാട്ട് പാടുമെന്ന് പറഞ്ഞല്ലോ. സിനിമ പാട്ട് ഏത് ടൈപ്പാ പാടാറുള്ളത്? അത് മനസ്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാം പാടും. ഇങ്ങനെ ഇപ്പൊ ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിലാ പൊങ്കലായേലോ പാടും നീ ഓ നിലാ പൊങ്കലായേലോ പാടും നീ ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോകും ആറ് കിളിപ്പാട്ടു തേനായി തുടിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും ആറ് തനിത്തങ്കവും കൊണ്ട് പോകുന്നു ഞാനും ഓ വളരെ ഗംഭീരം, ഭയങ്കര ഫീൽ ചെയ്ത് പാടിയത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് പാടി. ശാസ്ത്രം പാട്ട്, അത്യാവശ്യം സിനിമ പാട്ട്, ഡാൻസ് പറഞ്ഞു, പിന്നെന്താ പറയാ, പിന്നെ ഇടയ്ക്ക സോപാന സംഗീതം പാടാറുണ്ട്. അത് എവിടെ ശരിക്കും ക്ഷേത്രങ്ങളിലല്ലേ? ശരിക്കും അത് ശരിക്കും ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് അവിടുത്തെ അടിയന്തരക്കാര് അങ്ങനെ ഉണ്ടാവും. അത് സ്ത്രീകള് സാധാരണയായിട്ട് ചെയ്യിപ്പിക്കില്ല. കണ്ടിട്ടില്ലേ നമ്മള്? ഇല്ല. ഇപ്പൊ കുറച്ച് ന്യൂസിലൊക്കെ കുറച്ച് പേരൊക്കെ കാണാൻ. അത് ദേവസ്വം ബോർഡിന്റെ ഇതിലും അമ്പലങ്ങളിലൊന്നും സ്ത്രീകൾക്ക് പാടാനുള്ള അവകാശമില്ല. എനിക്ക് ഭാഗ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടംകുളങ്ങര ഹനുമാൻ ക്ഷേത്രം, പിന്നെ മഞ്ഞപ്ര അയ്യപ്പ ക്ഷേത്രം, പിന്നെ ഒളരി പാർത്ഥസാരഥി ക്ഷേത്രം, അങ്ങനെ നാട്ടുകാർ കമ്മിറ്റി ആയിട്ടുള്ള അമ്പലങ്ങളില് സോപാനത്തെങ്കിലും നിന്ന് പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അതുകൂടി ഒന്ന് അവതരിപ്പിക്കും. സർവലോക ജനനീ മാ സർവലോക ജനനീ മാ പാലയ സർവതാപ
ശരിക്കും ഇടയ്ക്ക പ്രയോഗം ഒരു വളരെ മാസ്മരികമായിട്ടുള്ളൊരു അനുഭവമാണ്. വളരെ രസകരമായി, സന്തോഷം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ശാസ്താംപാട്ടിന്റെ തന്നെ മറ്റൊരു വെർഷനിലേക്ക് പോകാം. അത് പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പുണ്ട്. അതിന് നമ്മൾ ഭഗവതീനെ എഴുന്നള്ളിക്കാൻ വേണ്ടി പോവും കുറച്ച് ദൂരം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എഴുന്നള്ളിപ്പ് തുള്ളലും പാട്ടോടും കൂടി കുമ്മിയടി ദേവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതോടുകൂടി തിരിച്ചു വരികയാണ് പതിവ്. അത് കഴിഞ്ഞാൽ പിന്നെ പാൽക്കണ്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞു. അതിന് ഞാൻ ഒരു പാട്ട് പാടാറുണ്ട്, ആഴിവർണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പാടാറ്. അത് സാധാരണ അത് ആശാന്മാരാർക്കും കൊടുക്കാറില്ല, പക്ഷെ എനിക്ക് എൻ്റെ ആശാൻ തന്നിട്ടുണ്ട് ആ പാട്ട്. അപ്പൊ ഞാൻ പാടാറുണ്ട്, അത് നമുക്ക് കേൾക്കാം. ആഴിവർണ്ണൻ അയ്യനൂടെ സോദരിയതായി ഊഴിയിൽ പ്രസിദ്ധമോടെ മാളികയിൽ വാഴും ഊഴിയിൽ പ്രസിദ്ധമോടെ മാളികയിൽ വാഴും ദേവി തന്റെ എതിരേൽപ്പിനായി പോവതിനോരുങ്ങി ഭംഗിയോടെ നാരിമാരും കളമൊഴികൾ തന്നളക കോമള നൈരചന്ദ്രകല പോലെ കിളിമൊഴികൾ തന്നളക കോമള നീരചന്ദ്രകല പോലെ ഇളക്കും വെള്ളരി കവുങ്ങിൻ പൂക്കുല അടയ്ക്ക വെറ്റില വെച്ചു പന്തനി സ്ഥാനികളെല്ലാം പന്തലിലോരുങ്ങി. അങ്ങനെ പോണു. അത് ഇത് വളരെ പ്രത്യേക ഒരു താളാണല്ലോ. രണ്ട് താളങ്ങൾ മിക്സ് ചെയ്ത് ലയിക്കും. അതെ അതെ അതെ. പിന്നെ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി കിട്ടുക. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് ഇത് കിട്ടില്ല എന്ന് മാത്രം. പിന്നെ മക്കളുടെ പഠിപ്പും വിദ്യാഭ്യാസവും കാരണം കുറച്ച് നാള് അത് നിർത്തിവെച്ചു. പിന്നെ അച്ഛൻ മരിച്ചു. അങ്ങനെ കുറച്ച് നാള് അത് പോവാതെയായി അയ്യപ്പൻ പാട്ടിന്. പിന്നെ വീണ്ടും വരുന്നത് ഉടുക്കിൽ പാണ്ടിമേള അവതരിപ്പിച്ചിട്ടാണ് വരുന്നത്. അത് ഞങ്ങൾക്ക് സ്ഥാപനം ബോൾട്ടോറി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു ഉദ്ഘാടന ദിവസം ഈ പരിപാടി വെക്കുകയാണ്. അപ്പൊ ഞാൻ പണ്ട് അച്ഛൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഓർമ്മയിൽ വെച്ച് അവരോടൊപ്പം ഇത് കൊട്ടി. അപ്പൊ ആശാൻ ചോദിച്ചു, എന്നാ പിന്നെ ഇത് ശീലാക്കി കൂടെ വന്നൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊപ്പം അത് ഗുരുവായൂരാണ് അരങ്ങേറ്റം നടത്തിയത്. ഒരു ഏകാദശി സമയത്ത് ഉടുക്കിൽ പാണ്ടിമേളം അരങ്ങേറ്റം നടത്തി. അങ്ങനെ പിന്നീടാണ് ഫ്ലവേഴ്സിൽ വന്നത്, ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉടുക്കിൽ പാണ്ടിമേളം നടത്തി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആദ്യ വനിതയാണ് ഞാൻ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ. ഇനിയിപ്പൊ ആരെങ്കിലും പഠിച്ച് വന്നെങ്കിൽ നമ്മള് ആദ്യത്തെ ചുവട് വെച്ചു. അതെ, വലിയൊരു അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതെ. അതിന്റെ എന്തെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്തതിനൊരു എല്ലാവരും കൂടി ചെയ്യുമ്പോഴേ ഭംഗി കിട്ടുള്ളൂ. പിന്നെ ഒരുപാട് തൃശ്ശൂരത്തെ ശാസ്താംപാട്ട് ടീമിലൊക്കെ പാടാൻ വിളിച്ചിരുന്നു. പോയി പാടിയിട്ടുണ്ട്. ചാലക്കുടിയും തൃശ്ശൂരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ശരണകീർത്തി പുരസ്കാരം ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയാണ്. അഖില കേരള അന്തിക്കാട് അഖില കേരള ശാസ്താംപാട്ട് സംഘത്തിന്റെ ശരണകീർത്തി പുരസ്കാരം അത് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ആ വേദിയിൽ വെച്ച് ഒരുപാട് ആശമാര് പറയുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ സന്ധ്യക്ക് മുതല് എല്ലാം കഴിഞ്ഞ് പുലർച്ചെ വരെ നിക്കണ ഒരു ആദ്യ വനിതയാണ് ഇത്. ഞാൻ ചോദിക്കാതിരിക്കാതെ അതൊരു ക്രൈസ് ആയതുകൊണ്ട് ഇരിക്കുന്നതാണ്, ഒരു പാഷൻ എന്നുള്ളതിൽ ഇരിക്കുന്നതാണ്. നമുക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് സകല കലകളിലും പ്രാവീണ്യം ഉള്ള ഒരു പ്രതിഭയെ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. എനിക്കും സന്തോഷം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.